ഞാൻ സിദ്ദിഖും തമ്മിലൊരു കോമ്പിനേഷൻ, ഞാൻ ഗുണ്ടയാണ് അതിനകത്ത്. അങ്ങനെ ഒരു അടി പുള്ളിക്കിട്ട് ടൈമിങ് മാറി ഒരു അടി അടിച്ചു. അപ്പം എന്നെ ഒരുപാട് പരസ്യമായിട്ട് തെറി വിളിച്ചു, ഇറക്കി വിറയും അവനൊക്കെ എവിടെ നിന്ന് വന്നിരിക്കണം മറ്റാണ്. ഞാൻ 2 മണിക്കാണ് ഷൂട്ട്, കാര്യം 2 മണി 1 മണിയായി 2 മണിയായി തുടങ്ങി. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ എൻ്റെ, അങ്ങനെയൊക്കെ പറയാൻ കുറേ പരിപാടിയാണ്. എന്നെ ഇറക്കി വിട്ടു അവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനന്ന് വീട്ടിൽ വലിയ സമ്പത്തുള്ള ഒരു കുടുംബത്തിലാണെങ്കിലും സിനിമ എന്ന് പറയുന്നത് എനിക്ക് സപ്പോർട്ടില്ല. അപ്പം ഞാൻ ബസ്സിനൊക്കെ കയറിയിട്ടാണ്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആ പാലത്തേൽ നിന്ന് കുറേ നേരം കരഞ്ഞിട്ട് ഇന്നിപ്പോൾ ആ മൂമെൻറ്റ് അത് ആ പാസ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ ഓർക്കുക. കുറേ നേരം നിന്ന് കരഞ്ഞു. തോപ്പുംപടി വന്ന് ബസ്സായി കയറിയിട്ട് 2 മണി 3 മണി എന്തോ കുറേ നേരം കാത്തി നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സിന് വന്ന് എരമ്പല്ലൂർ ഇറങ്ങിയിട്ടാണ്. അത് എൻ്റെ മിസ്റ്റേക്ക് അല്ല. ടൈമിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ഫ്രണ്ടിലോട്ട് കയറിയാലും ബാക്കിലേക്ക് കയറിയാലും എപ്പോഴും അടിക്കുന്നവനാണല്ലോ പ്രശ്നം. അപ്പോൾ അത് അങ്ങനെ കുറേ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ കുറേ ഇപ്പം ഞാൻ ഈ 37 വർഷമായിട്ട് ചാൻസ് ചോദിച്ചു. ഇന്നത്തെ പിള്ളേർക്ക് ഇല്ലാത്തവരിതാ, പെട്ടെന്ന് വന്ന് പെട്ടെന്ന് കയറി ഒരുപാട് ചാൻസുകൾ ചോദിച്ച് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ദൈവം കൊണ്ടെത്തി തന്ന ഒരു സംഭവമാണ്. അന്ന് നമുക്ക്, ഞാനീ പറഞ്ഞില്ലേ, വേറൊരാൾ അഭിനയിക്കുമ്പോൾ ഞാൻ ഉള്ളിൽ ഡയലോഗ് വെച്ചിട്ട് മാറിയെന്ന് ആ ഡയലോഗൊക്കെ പറയും, ഇങ്ങനെ അഭിനയിക്കും. പക്ഷേ